പാകിസ്ഥാന്റെ ഉറക്കം കെടുത്തിയ അതിർത്തിക്കപ്പുറത്തെ ഭീകര കേന്ദ്രങ്ങളെ തച്ചു തകർത്ത ആ ബ്രഹ്മാസ്ത്രം വീണ്ടും വരുന്നു. ഇത്തവണ കൂടുതൽ കരുത്തോടെ, കൂടുതൽ എണ്ണത്തിൽ പാകിസ്ഥാനെ വിറപ്പിച്ച ആയുധം വീണ്ടും ഇന്ത്യയുടെ ആവനാഴിയിലേക്ക് എത്തുകയാണ്. ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കരുത്തു പകരാൻ ഫ്രാൻസിൽ നിന്ന് സ്കാൽപ് ക്രൂയിസ് മിസൈലുകൾ വാങ്ങാനുള്ള സുപ്രധാന കരാറിൽ ഇന്ത്യ ഒപ്പുവെക്കാനൊരുങ്ങുന്നു. ന്യൂഡൽഹിയിലെ പ്രതിരോധ വൃത്തങ്ങളെ ഉദ്ധരിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ പ്രകാരം ഏകദേശം 300 ദശലക്ഷം യൂറോയുടെ, അതായത് ഏകദേശം 3200 കോടിയിലധികം രൂപയുടെ വമ്പൻ ഇടപാടിനാണ് കളമൊരുങ്ങുന്നത്. നിലവിൽ ഇന്ത്യയുടെ കൈവശമുള്ള റഫാൽ വിമാനങ്ങൾക്കായിട്ടാണ് ഈ ഒരു പുതിയ മിസൈലുകൾ എത്തിക്കുന്നത്. ചർച്ചകൾ അവസാന ഘട്ടത്തിലാണെന്നും ഉടൻ തന്നെ അന്തിമ തീരുമാനമുണ്ടാകുമെന്നുമാണ് വിവരം. എന്തുകൊണ്ടാണ് സ്കാൽപ് മിസൈലുകൾക്ക് ഇത്രയേറെ പ്രാധാന്യം? ഉത്തരം കഴിഞ്ഞ വർഷം നടന്ന ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക നീക്കത്തിലുണ്ട്. അതിലേക്കൊന്ന് നോക്കിയാൽ മതി. പാകിസ്ഥാനിലെ മുരിദ് ബഹാവൽപൂർ ജില്ലകളിലെ ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ എ ത്വയ്ബ എന്നീ ഭീകര സംഘടനകളുടെ താവളങ്ങളെ ഇന്ത്യൻ റഫാൽ വിമാനങ്ങൾ ചാമ്പലാക്കിയത് ഈ മിസൈലുകൾ ഉപയോഗിച്ചായിരുന്നു. റഡാറുകളുടെ കണ്ണ് വെട്ടിച്ച് ഏകദേശം 500 കിലോമീറ്റർ വരെ ദൂരെയുള്ള ലക്ഷ്യങ്ങൾ അതീവ കൃത്യതയോടെ തകർക്കാൻ 450 കിലോ സ്ഫോടക വസ്തുക്കൾ വഹിക്കുന്ന സ്കാൽപ്പിന് കഴിയും. അന്ന് പാകിസ്ഥാൻ വ്യോമസേനയുടെ തന്ത്രപ്രധാനമായ 12 താവളങ്ങൾക്ക് നേരെയും ഇന്ത്യ ഈ കരുത്ത് തെളിയിച്ചതാണ്. ഈ മിസൈൽ കരാർ ഒരു തുടക്കം മാത്രമാണ്. ഭാവിയിൽ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമാകാൻ പോകുന്ന 26 റഫാൽ മറൈൻ യുദ്ധവിമാനങ്ങളിലും സ്കാൽപ് മിസൈലുകൾ ഘടിപ്പിക്കും. ഒപ്പം 114 പുതിയ റഫാൽ വിമാനങ്ങൾ കൂടി വാങ്ങാനുള്ള നടപടികൾ പ്രതിരോധ മന്ത്രാലയം വേഗത്തിലാക്കുകയാണ്. ഇവയിൽ ഭൂരിഭാഗവും മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യയിൽ തന്നെയാകും നിർമ്മിക്കുക. സ്കാൽപ്പിനൊപ്പം ആകാശത്തിൽ നിന്ന് ആകാശത്തിലേക്ക് തൊടുക്കാവുന്ന മീറ്റിയോർ മിസൈലുകളും ഇന്ത്യ വാങ്ങുന്നുണ്ട്. ഇതോടെ ഫ്രാൻസ് കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും അധികം റഫാൽ വിമാനങ്ങൾ ഉപയോഗിക്കുന്ന ശക്തിയായി ഇന്ത്യ മാറും. അടുത്ത 10-15 വർഷത്തിനുള്ളിൽ റഫാൽ വിമാനങ്ങൾ ഇന്ത്യയുടെ പ്രതിരോധത്തിന്റെ നട്ടെല്ലായി മാറും. അതിർത്തിയിൽ വെല്ലുവിളികൾ ഉയരുമ്പോൾ ശത്രുവിന്റെ മണ്ണിൽ കടന്നു ചെന്ന് അടിച്ചമർത്താൻ കെൽപ്പുള്ള ആയുധങ്ങൾ ഇന്ത്യ സ്വന്തമാക്കുന്നത് അയൽ രാജ്യങ്ങൾക്ക് നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. ഇന്ത്യ സുസജ്ജമാണ് ഏതൊരു നീക്കത്തെയും നേരിടാൻ. അതുകൊണ്ട് വെറുതെ ചൊറിയാൻ വരരുത്, വന്നാൽ കയറി അങ്ങ് മാന്തി പൊളിച്ചില്ലാണ്ടാക്കും. അത്ര തന്നെ. ന്യൂസ് ഡെസ്ക് മലയാളം.